ചിന്താ ജെറോം ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് ആകുമെന്ന വാർത്തകൾ സജീവമായിരിക്കുകയാണ്. പക്ഷേ ആരാണ് ചിന്താ ജെറോമിനെ ആ സ്ഥാനത്തേക്ക് അവരോധിച്ചത് എന്ന കാര്യത്തിൽ ആർക്കും ഉത്തരവില്ല. 16ാമത് ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനം തൃശ്ശൂരിൽ തുടങ്ങുന്നതിന് മുൻപേ തന്നെ സംസ്ഥാന പ്രസിഡന്റായി ചിന്താ ജെറോം മാറുമെന്ന വാർത്തകൾ സംഘടനയിൽ വലിയ അസ്വാരസ്യങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. സമ്മേളനത്തിന് മുന്നേ തന്നെ ഫ്രാക്ഷൻ യോഗം ചേർന്ന് പുതിയ ഭാരവാഹികളുടെ കാര്യത്തിൽ ധാരണയായി എന്ന വാർത്തകളാണ് നിലവിൽ വിവാദം സൃഷ്ടിച്ചിരിക്കുന്നത്. സാധാരണ സംഘടനാ സമ്മേളനം കൂടുന്നതിന് തൊട്ടു മുൻപ് ഫ്രാക്ഷൻ കമ്മിറ്റി ചേർന്നാണ് ഡിവൈഎഫ്ഐ അവരുടെ ഭാരവാഹികളെ തീരുമാനിക്കുന്നത്. തുടർന്ന് സമ്മേളന വേദിയിൽ അവരുടെ പുതിയ സംഘടനാ ഭാരവാഹികളെ പ്രഖ്യാപിക്കുന്നതാണ് സംഘടനാപരമായ ഒരു രീതി. അതിനു മുൻപ് തന്നെ ഭാരവാഹികൾ ആരാകുമെന്ന വാർത്ത മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത് സംഘടനയ്ക്കുള്ളിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന അമർഷങ്ങളുടെയും അതൃപ്തിയുടെയും ഒരു പ്രതിഫലനമായാണ് ചിത്രീകരിക്കപ്പെടുന്നത്. സമ്മേളന പ്രതിനിധികളുടെ അഭിപ്രായങ്ങൾക്കോ വോട്ടെടുപ്പിനോ ഒന്നും കാത്തു നിൽക്കാതെ മുൻകൂട്ടി തീരുമാനിച്ച പാനൽ അടിച്ചേൽപ്പിക്കാനുള്ള നടപടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന ആക്ഷേപം ഇതിനോടകം തന്നെ പ്രവർത്തകർക്കിടയിൽ നിന്നും ഉയർന്നു കഴിഞ്ഞു. പുറത്തുവരുന്ന വാർത്തകൾ പ്രകാരം ഡിവൈഎഫ്ഐയുടെ ആദ്യത്തെ വനിതാ സംസ്ഥാന പ്രസിഡന്റായി കേന്ദ്ര കമ്മിറ്റി അംഗവും CPM സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ചിന്താ ജെറോമിനെ CPM സംസ്ഥാന നേതൃത്വം തന്നെ തീരുമാനിച്ചതായാണ് റിപ്പോർട്ടുകൾ. സംസ്ഥാന സെക്രട്ടറിയായി കണ്ണൂരിൽ നിന്നുള്ള M വിജിൻ വരുമെന്നാണ് പ്രവചനം. ആലപ്പുഴയിൽ നിന്നുള്ള രാഹുലിനെ ട്രഷററായി തീരുമാനിച്ചതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ പങ്കെടുത്ത ഫ്രാക്ഷൻ യോഗത്തിലാണ് ഈ പാനൽ അവതരിപ്പിച്ചതെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അതിനിടയിലാണ് മറ്റൊരു കിടിലൻ ടിസ്റ്റ്. ഡിവൈഎഫ്ഐയുടെ ഭരണഘടന അനുസരിച്ച് ഭാരവാഹികളുടെ പ്രായപരിധി 40 വയസ്സ് വരെയാണ്. പക്ഷേ ചില സീനിയർ നേതാക്കളെ വെട്ടാൻ വേണ്ടി മാത്രം പെട്ടെന്ന് പ്രായപരിധി 38 കുറയ്ക്കാനുള്ള നീക്കങ്ങൾ സംഘടനയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സംഗതി വേറൊന്നുമല്ല, ചിന്താ ജെറോമിനെ സംസ്ഥാന പ്രസിഡന്റ് കസേരയിലേക്ക് അവരോധിക്കാൻ വേണ്ടി പാർട്ടി നേതൃത്വം ഇറക്കിയ ഒരു മാസ്റ്റർ സ്ട്രോക്ക് ആണിതെന്നാണ് സംസാരം. A റഹീം ഉൾപ്പെടെ പലരും സംസ്ഥാന ഭാരവാഹിയായത് 40ാം വയസ്സിലാണ്. ഷിജു ഖാൻ, M ഷാജർ എന്നിവർ പ്രസിഡന്റ് അല്ലെങ്കിൽ സെക്രട്ടറി ആവും എന്ന് കരുതിയിരുന്നപ്പോഴാണ് പ്രായപരിധി എന്ന തുറുപ്പ് ചീട്ടിറക്കി അവരെ വെട്ടിവീഴ്ത്താനുള്ള നീക്കങ്ങൾ അണിയറയിൽ നടക്കുന്നത്. കേരള രാഷ്ട്രീയത്തിലേക്ക് എണ്ണിയാലൊടുങ്ങാത്ത നേതാക്കളെ സംഭാവന ചെയ്ത പ്രസ്ഥാനമാണ് ഡിവൈഎഫ്ഐ. കാസർഗോഡ് മുതൽ പാറശാല വരെ സജീവമായ സമരപരിപാടികൾ സംഘടിപ്പിക്കാൻ ശേഷിയുള്ള സംഘടനയ്ക്ക് പാർട്ടി നേതൃത്വം വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുക എന്നതല്ലാതെ സ്വന്തമായി തീരുമാനങ്ങളെടുത്ത് ഭാരവാഹികളെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. സമ്മേളന വേദിയിൽ വെച്ച് പ്രതിനിധികളുടെ ചർച്ചകളിലൂടെയും ഔദ്യോഗിക തിരഞ്ഞെടുപ്പുകളിലൂടെയും പുറത്തു വരേണ്ട തീരുമാനങ്ങൾ സമ്മേളനം ആരംഭിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപേ തന്നെ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത് സംഘടനയ്ക്കുള്ളിലെ കടുത്ത അമർഷത്തെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. പാർട്ടി നേതൃത്വം മുൻകൂട്ടി തയ്യാറാക്കുന്ന പാനലുകൾ അടിച്ചേൽപ്പിക്കുന്ന രീതി ഡിവൈഎഫ്ഐയുടെ സ്വയംഭരണ അവകാശത്തെ ചോദ്യം ചെയ്യുകയാണെന്ന തരത്തിലുള്ള ചർച്ചകൾ യുവനിരയിൽ സജീവമാണ്. വനിതാ പ്രാതിനിധ്യം എന്ന തുറുപ്പുചീട്ട് ഉയർത്തിക്കാട്ടിക്കൊണ്ട് ചിന്താ ജെറോമിന്റെ ഭാരവാഹിത്വത്തെ ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോൾ സാധാരണക്കാരായ സഖാക്കൾ മറ്റൊരു ചോദ്യം ഉയർത്തുന്നുണ്ട്. എന്തുകൊണ്ട് ഇതുവരെ നടന്ന ജില്ലാ സമ്മേളനങ്ങളും ജില്ലാ ഭാരവാഹികളുടെ കാര്യത്തിലും ഈ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ സംഘടനയ്ക്ക് കഴിഞ്ഞില്ല? കണ്ണൂർ, പാലക്കാട്, കോട്ടയം, തിരുവനന്തപുരം എന്നീ ജില്ലകളിൽ മാത്രമായി ആകെ 4 വനിതാ ജില്ലാ പ്രസിഡന്റുമാർ മാത്രമാണ് ഡിവൈഎഫ്ഐക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഒരു ജില്ലയിലും സെക്രട്ടറി സ്ഥാനം വനിതകൾക്ക് നൽകിയിട്ടുമില്ല. മറ്റ് 8 ജില്ലകളിലും ട്രഷറർ സ്ഥാനം മാത്രം നൽകിക്കൊണ്ട് വനിതാ നേതാക്കളെ ഒതുക്കിയിരുത്തുകയാണ്. ഒരു കാലത്ത് തൊഴിലില്ലായ്മ, വിലക്കയറ്റം, വിദ്യാഭ്യാസ അവകാശങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് സർക്കാരുകളെയും അധികാരികളെയും തെരുവിൽ നേരിട്ട പ്രസ്ഥാനമാണ് ഡിവൈഎഫ്ഐ. എന്നാൽ അത്തരം യുവജന പ്രശ്നങ്ങളിൽ ശക്തമായ സമരങ്ങൾ സംഘടിപ്പിക്കുന്നതിൽ സംഘടന പിന്നോക്കം പോകുന്നുവെന്നും പാർട്ടി നേതൃത്വത്തിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള ഒരു ഘടകമായി മാറി എന്നുള്ള വിമർശനം ഡിവൈഎഫ്ഐക്കെതിരെ പ്രവർത്തകർക്കിടയിൽ തന്നെ ശക്തമാണ്. നിലവിൽ CPMനുള്ളിൽ നിലനിൽക്കുന്ന ചേരിതിരിവുകളും വിഭാഗീയതയുടെയും പശ്ചാത്തലത്തിൽ കൂടിയാണ് ഡിവൈഎഫ്ഐയിലെ ഈ പുതിയ സംഭവവികാസങ്ങളെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. പാർട്ടിയിലെ വിമതപക്ഷത്തേക്കോ മറ്റ് ചേരിയിലേക്കോ ഡിവൈഎഫ്ഐയിലെ വലിയൊരു വിഭാഗം യുവ നേതാക്കൾ വീണുപോകാതിരിക്കാൻ ഔദ്യോഗിക പക്ഷം കരുതിക്കൂട്ടി നടത്തുന്ന നീക്കങ്ങളുടെ ഭാഗമായാണ് ഈ നേതൃത്വ മാറ്റമെന്നും സംസാരമുണ്ട്. സംഘടനയെ പൂർണ്ണമായും പാർട്ടി നേതൃത്വത്തിന്റെ ഔദ്യോഗിക പക്ഷത്തോടൊപ്പം അടുപ്പിച്ചു നിർത്തി ഭാവിയിലെ സംഘടനാ സമവാക്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള രാഷ്ട്രീയമായ തന്ത്രമാണ് ഇതിലൂടെ നടപ്പാക്കപ്പെടുന്നത്.